ഹലോ, RRB ALP CBT2 എക്സാമിനെ സംബന്ധിച്ച പുതിയൊരു അപ്ഡേറ്റ്. അതായത് മാർച്ച് 20 ഷിഫ്റ്റ് 1 എക്സാമും വീണ്ടും ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം RRB ALP CBT2 രണ്ട് ദിവസങ്ങളിലായിട്ടാണ്, മാർച്ച് 19, 20 ദിവസങ്ങളിലായിട്ടാണ്. മാർച്ച് 19 ഷിഫ്റ്റ് 1ഉം ഷിഫ്റ്റ് 2ഉം ക്യാൻസലായി. നമ്മുടെ സ്റ്റുഡൻസ് കുറേ ആൾക്കാർ പരീക്ഷ എഴുതാൻ പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ട് അവർ തിരിച്ച് വരേണ്ട ഒരു അവസ്ഥയാണ് ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരെങ്കിലും ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാരോട് പറയാനുള്ളത്, മാർച്ച് 20 ഷിഫ്റ്റ് 1 പരീക്ഷ ക്യാൻസലായെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. അപ്പോൾ ആ ഒരു ഒഫീഷ്യൽ നോട്ടീസ് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു നോട്ടീസാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. നോട്ടീസ് ഫോർ റീഷെഡ്യൂളിംഗ് ഓഫ് CBT2 ഷിഫ്റ്റ് 1 ഓൺ 20/3/2025. 20/3/2025 ഷിഫ്റ്റ് 1 പരീക്ഷ റീഷെഡ്യൂൾ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഷിഫ്റ്റ് 2വിൻ്റെ കേസ് ഇവിടെ പറയുന്നില്ല. ഷിഫ്റ്റ് 1 പരീക്ഷ റീഷെഡ്യൂൾ ചെയ്തു. അതിനോടൊപ്പം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. 20/3/2025 ഷിഫ്റ്റ് 1 റീഷെഡ്യൂൾ ചെയ്തു. അതുപോലെ റീഷെഡ്യൂൾഡ് ഡേറ്റ് ഫോർ ദ എക്സാമിനേഷൻ വിൽ ബി നോട്ടിഫൈഡ് ഷോർട്ട്ലി. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു റെഗുലർലി ചെക്ക് ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫോർ ഫർദർ അപ്ഡേറ്റ്സ്. പുതിയ ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടായ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് രാവിലെ നമ്മുടെ സ്റ്റുഡൻസ് പലരും എക്സാം ഹാളിൽ ഷിഫ്റ്റ് 1 എക്സാം ഹാളിൽ കയറി അവർ പലരും ലോഗിൻ ചെയ്തു, അകത്ത് കയറി ഇരുന്ന് ലോഗിൻ ചെയ്തതിന് ശേഷം എറർ മെസ്സേജ് കാണിച്ച് ലോഗൗട്ട് ചെയ്യാനുണ്ടായെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ, റിയലി പ്രശ്നമുള്ള ഒരു ടെക്നിക്കൽ ഇഷ്യൂ തന്നെയായിരുന്നു. രാവിലെ തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ടയർ 1 ഷിഫ്റ്റ് 1 ക്യാൻസൽ ചെയ്തൊരു കാര്യം. അതുപോലെ ഷിഫ്റ്റ് 2ഉം കുറച്ച് സമയത്തിനുള്ളിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഷിഫ്റ്റ് 2ഉം ക്യാൻസൽ ആയിരുന്നു. പിന്നീട് ഒരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം പല ആൾക്കാരും, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ പല സ്ഥലത്തും ട്രാവൽ ചെയ്തൊക്കെ പോയി പല സ്ഥലങ്ങളിലായിട്ട് പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വന്ന് മറ്റ് പല സ്റ്റേറ്റ്സിലേക്കും ട്രാവൽ ചെയ്ത് അവിടെ എക്സാമിനായിട്ട് ഹോസ്റ്റലൊക്കെ എടുത്ത് റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടെന്ന് അറിയുന്നു. അപ്പോൾ 20th ഷിഫ്റ്റ് 1 എക്സാം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അവർക്ക് തിരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാം. റീഷെഡ്യൂളിലെ ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇത് ഒരുപാട് സ്റ്റുഡൻസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് അറിയാം. പക്ഷേ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായ വിഷമം ഉണ്ടാകും. പക്ഷേ അത് മനസ്സിലാക്കി, അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി നമ്മളിതിൽ എത്ര പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ടെക്നിക്കലി വന്ന ഇഷ്യൂ ആണെന്ന് അറിയേണ്ടത്. അപ്പോൾ എല്ലാവരും എക്സാമിന് എഴുതാൻ പോയിരുന്ന എല്ലാവരും തിരിച്ചു വന്ന് നിങ്ങൾക്ക് ഇനിയും കിട്ടിയിരിക്കുന്ന ബാലൻസ് ഉള്ള ടൈം പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻസ് ഒന്നുകൂടെ കണ്ടക്ട് ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് ആവരുത്, ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് പോകാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്, RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അറിഞ്ഞ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റ്സിലും ഒക്കെ അപ്ഡേറ്റഡ് ആണ്. മാത്രമല്ല ദിശ അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ നമ്മളിതിൻ്റെ PDF-കൾ, അതായത് റോൾ നമ്പർ PDF-കളും കട്ട് ഓഫിൻ്റെ PDF-കളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മാക്സിമം ആളുകളിലേക്ക്, ഈ പരീക്ഷ എഴുതുന്ന മാക്സിമം ആളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്